ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും അവസാനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയാൻ ലൂണയും പുറത്തേക്കാണോ എന്ന തരത്തിൽ സംശയിക്കേണ്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ക്വാമി പെപ്പർ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീമിൽ തുടരുമെന്നും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ പുതിയ തന്ത്രങ്ങളും കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈലും അദ്ദേഹം തന്നെ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ISLലേക്ക് അടുത്ത സീസണിൽ അഥവാ 12ാമത്തെ സീസണിൽ ഒരു പുതിയ ക്ലബ്ബും കൂടി ചേരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ISLനും അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 12ാമത്തെ സീസണിലേക്ക് പുതുതായി വരുന്ന ഒരു ടീമിനെ കുറിച്ച് തന്നെയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് യോഗ്യത നേടാനുള്ള സുവർണ അവസരം വന്നിരിക്കുകയാണ് ഗോകുലം കേരള എഫ്സിക്ക്. ഐ ലീഗ് അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ത്രില്ലിംഗ് പോരാട്ടങ്ങളാണ് ഇപ്പോൾ വരുന്നതും. നിലവിൽ പോയിന്റ് പട്ടികയിൽ 37 പോയിന്റുകളുമായി 2ാം സ്ഥാനത്താണ് ഗോകുലമുള്ളത്. 1ാം സ്ഥാനത്തുള്ള ചർച്ചിൽ ബ്രദേഴ്സ് 39 പോയിന്റുകളുമാണുള്ളത്. അവസാന മത്സരത്തിൽ ഗോകുലത്തിന് ചർച്ചിൽ ബ്രദേഴ്സിനെ മറികടക്കാൻ സാധിച്ചാൽ ടീമിന് ISLലേക്ക് പ്രൊമോട്ട് ആവാം, അഥവാ ISLലേക്ക് അടുത്ത സീസണിലേക്ക് എത്താവുന്നതാണ്. ഏതായാലും ഗോകുലത്തിന് ഈ ഒരു ഐ ലീഗ് മത്സരത്തിൽ ചാമ്പ്യന്മാരായാൽ മാത്രമായിരിക്കും ISLലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. കുറച്ചധികം ദിവസങ്ങളായി അഥവാ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പുറത്തായി എന്ന് ഉറപ്പായ ആ ഒരു ദിവസം മുതൽ വരുന്ന റിപ്പോർട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്നും നായകനായിട്ടുള്ള അഡ്രിയാൻ ലൂണ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി പുറത്തേക്ക് പോകുമെന്നുള്ളത്. അത് ലൂണ തന്നെ വിശദീകരിച്ചതുമായിരുന്നു മത്സരത്തിന്റെ അവസാനം. ഈ ഒരു സീസൺ അവസാനം എങ്ങനെയാണോ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ഞാൻ ഈ ഒരു ടീമിൽ ഇനി നിലനിൽക്കുക എന്നായിരുന്നു ലൂണ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഏതായാലും ലൂണയോടനുബന്ധിച്ചുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് മുംബൈ സിറ്റി FCയിലേക്ക് മാറാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയുടെ ധാരണ ലൂണ തന്നെ അവസാനിപ്പിച്ചു എന്നും കൂടാതെ അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു പകരക്കാരനെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു സീസൺ അവസാനത്തോടെ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്നും ലൂണ ടീം വിട്ടു പോകാനോ അല്ലെങ്കിൽ ഈ ഒരു ISLൽ തന്നെ വിരമിക്കാനോ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏതായാലും ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ ആദ്യ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം, പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല വന്നതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കാര്യവും നമുക്കറിയില്ല. അദ്ദേഹം എവിടെ നിന്ന് വന്നു, അദ്ദേഹത്തിന് എത്ര വയസ്സായി, അദ്ദേഹത്തിന് എത്ര മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി അഥവാ പ്ലേയിങ് സ്റ്റൈൽ അദ്ദേഹം തന്നെ വിവരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായാലും അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്രകാരമാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ആക്രമണത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ടീമിലെ എല്ലാവരും തന്നെ ആക്രമണത്തിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും കൂടാതെ തന്നെ അതിനുവേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കുകയും വേണം. കൂടാതെ തന്നെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ കളിക്കാരും ഒരുപോലെ നല്ല രീതിയിൽ കളിക്കുകയും നല്ല രീതിയിൽ ടീമിന് വേണ്ടി ത്യാഗം ചെയ്യുകയും വേണം. ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്ട്രാറ്റജിയെ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്: അദ്ദേഹം അറ്റാക്കിംഗ് പ്ലേയിങ് സ്റ്റൈലാണ് ഉപയോഗിക്കാറുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്യും. ഈ ഒരു മത്സരത്തിൽ അഥവാ അവസാനത്തെ ഈ ഒരു സീസണൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു അറ്റാക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ആകെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് അറ്റാക്ക് നടത്തുന്ന ഒരേ ഒരു താരം എന്നുള്ളത് നോഹ സദോയ് മാത്രമായിരുന്നു. ബാക്കിയുള്ള താരങ്ങളിലേക്കും ഈ ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി എങ്ങനെയെങ്കിലും എത്തിച്ചാൽ സീസൺ അഥവാ അടുത്ത സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് എങ്ങനെയെങ്കിലും തൂക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്നുള്ളത് ക്വാമി പെപ്പർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗാന സ്ട്രൈക്കറെ കുറിച്ചാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടാണ് ഗാന സ്ട്രൈക്കറായിട്ടുള്ള ക്വാമി പെപ്പർ ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സ് വിടും എന്ന തരത്തിലൊക്കെ. അദ്ദേഹം നിലവിൽ ട്രെയിനിങ് ക്യാമ്പിന് പങ്കെടുക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഫേക്ക് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC തന്നെ ഒഫീഷ്യലായി കൊണ്ട് പുറത്തേക്ക് വിട്ട ട്രെയിനിങ് വീഡിയോയിൽ നമുക്ക് ക്വാമി പെപ്പറെ അതിൽ കാണാൻ സാധിക്കുന്നതുമാണ്. അദ്ദേഹം സൂപ്പർ കപ്പിന് വേണ്ടി ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.